നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകയും ഔട്ട്ലുക്ക് കറസ്പോണ്ടന്റുമായ കെ ഷാഹിനയെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും SDPIക്ക് പിന്തുണ കൊടുക്കുന്ന മതമൗലികവാദിയുമായ ആബിദ് അടിവാരം. അതേസമയം കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയും ഔട്ട്ലുക്ക് കറസ്പോണ്ടന്റുമായ കെ ഷാഹിനയെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആബിദ് അടിവാരം ശുനകപുത്രി എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിട്ടും പത്രപ്രവർത്തക യൂണിയനും നെറ്റ്വർക്ക് ഫോർ വിമൻ ഇൻ മീഡിയയും എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരായ വാട്സപ്പ് മെസ്സേജിന്റെ പേരിൽ പോലും കേസ് കൊടുത്ത ചരിത്രമാണ് പത്രപ്രവർത്തക യൂണിയന്റേത്. സിനിമാ നടി സീമയുടെ ഇമോജി വാട്സപ്പ് മറുപടിയായി അയച്ചതിന് IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത് ബ്രോയെ കോടതി കയറ്റിയ ആളുകൾ ഇപ്പോൾ തുടരുന്ന മൗനവ്രതം തികഞ്ഞ അശ്ലീലമാണെന്ന അഭിപ്രായങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. മീഡിയ വൺ മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലും ഇടപെട്ട് വനിതാ കമ്മീഷനിൽ പരാതി നൽകിയവരാണ് പത്രപ്രവർത്തക യൂണിയൻ. സുരേഷ് ഗോപിക്കെതിരായ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഷാഹിനെയാണിപ്പോൾ അവഹേളിക്കപ്പെട്ടത്. ആബിദ് അടിവാരത്തിന്റെ പോപ്പുലർ ഫ്രണ്ട് ബന്ധങ്ങളുടെ പേടിയിലാകാം സംഘടനകൾ മൗനം പാലിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. മറ്റു വനിതകളുടെ അവകാശങ്ങൾക്കായി മുന്നിട്ടിറങ്ങാറുള്ള ഷാഹിന സ്വന്തം കാര്യത്തിൽ പ്രതികരിക്കാനോ നിയമ നടപടി എടുക്കാനോ ധൈര്യപ്പെടുന്നില്ല. അതേസമയം തെറിവിളി കേട്ട മാധ്യമ പ്രവർത്തകയും തന്റെ തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ പ്രശസ്തയാണ്. PDP നേതാവ് മദാനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയായ ആളാണ് ഷാഹിന. പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിൽ വിരുദ്ധത കാട്ടുന്ന ആളാണ് ആബിദ് അടിവാരം. മുൻപ് ചങ്ങാതിമാരായിരുന്ന അടിവാരവും ഷാഹിനയും തെറ്റിയത് തോൽക്കണമെന്ന് ഞാൻ കരുതുന്നവരിൽ ഒന്നാമതെത്തിയ ആൾ എളമരം കൊരിയുമാണെന്ന് അടിവാരം ഫേസ്ബുക്കിൽ എഴുതിയതോടെയാണ്. സെന്റർ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് ഗൈഡൻസ് എന്ന സ്ഥാപനം ജമാഅത്തെ ഇസ്ലാമികർ തീവ്രവാദം കയറ്റി അയക്കാൻ നടത്തുന്ന സ്ഥാപനമെന്ന് എളമരം പ്രസംഗിച്ചതാണ് ആബിദിന്റെ എതിർപ്പിന് കാരണം. പാർട്ടിയിൽ നുഴഞ്ഞു കയറിയ സുഡാപ്പി അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി കുമ്പിടാത്ത മുസ്ലിങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും തെറിവിളിക്കുന്ന മാപ്ലാവുകളെ പോലും നാണിപ്പിക്കുന്ന കരീമിന്റെ പ്രസംഗം ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നറിയാമോ എന്നും ആബിദ് ചോദിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണമായി ആബിദ് വെറും വർഗീയവാദിയാണ് എന്ന് ഷാഹിന എഴുതിയതാണ് ഷാഹിനയെ ശുനകപുത്രി എന്ന് ആബിദ് അഭിസംബോധന ചെയ്യാനുണ്ടായ കാരണം. എന്തായാലും രണ്ടു വർഗീയവാദികൾ തമ്മിലുള്ള തല്ലിൽ പുറത്തു വന്നിരിക്കുന്നത് പത്രപ്രവർത്തക യൂണിയന്റെ ഇരട്ടത്താപ്പും നട്ടലില്ലായ്മയുമാണെന്ന് പറയാതിരിക്കാൻ ആകില്ല.